പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫോൺ മാറിപ്പോയതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇപ്പോൾ സൂരജിന്റെ മുന്നിൽ മാത്രവുമല്ല, ഇതേ തുടർന്ന് ഫോൺ തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ സൂരജിന്റെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇതേ സമയം മീനു ആയിരുന്നു. ഈ കാര്യം അറിയുന്നത് ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള എല്ലാവരെയും ഇതേ തുടർന്ന് മൊബൈൽ തിരികെ കൊടുക്കുന്നതിന് വേണ്ടി മീനുവിന്റെ അടുത്തേക്ക് എത്തുകയാണ് സൂരജ്. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മീനുവിനോട് തുറന്നു സമ്മതിക്കുന്നതിന് തയ്യാറാകുന്ന അയാൾ ഒരിക്കലും ഞാൻ മനഃപൂർവ്വം ഇത് എടുത്തതല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അതൊന്നും സാരമില്ല എന്ന് വ്യക്തമാക്കുകയാണ് മീനു. എന്തായാലും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചോദിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന നാരായണൻ ഇത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തൻ്റെ മീനുവിൻ്റെ കാര്യത്തിൽ ഇടപെടണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് നാരായണൻ മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് മീനു തൽക്കാലത്തേക്ക് നാരായണനെ തടഞ്ഞിരിക്കുകയാണ്. വെറുതെ നാരായണൻ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം ഇങ്ങനെയങ്ങ് കഴിഞ്ഞു പൊക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഇതൊരു മിസ്റ്റേക്കായി കരുതിയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ നാരായണൻ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയുകയാണ്. മീനുവിൻ്റെ മനസ്സിൽ സൂരജിന് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണനെ. ഇതോടെ നാരായണൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. തൻ്റെ സ്നേഹം മീനു തിരിച്ചറിയാതെ പോകുമോ എന്നുള്ള ഭയം നാരായണന്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.